അപ്പോൾ ഇന്നത്തെ പരിപാടി പുഴയിൽ പോയൊരു വിസ്തരിച്ചൊരു കുളി. നമ്മളെ വീടിന് തൊട്ടടുത്ത് കൂടിയാണ് വളപട്ടണം പുഴ ഒഴുകുന്നത്. പോയിട്ട് വരാം. കുറച്ച് ദൂരം പോകാനുണ്ട്. ബൈക്കെടുത്ത് പോവാം. പിന്നെ രാവിലത്തെ ഒരു വ്യായാമം കൂടി ആവുമല്ലോ. റോട്ടിൽ നിന്ന് ഈ പറമ്പിലേക്ക് കയറിയിട്ട് ഈ പറമ്പ് വഴി വേണം ഇങ്ങനെ നടന്നു പോകാൻ. തെങ്ങിന് ഇടവിള, വാഴ, കവുങ്ങ്. ഇതൊക്കെ ആസ്വദിക്കണമെങ്കിൽ വല്ലപ്പോഴും ലീവ് കിട്ടണം, എന്നാലേ നടക്കുള്ളൂ. നമ്മൾക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ ഈ കവാടം വഴി വേണം പുറത്തേക്ക് ഇറങ്ങാൻ. മുള്ളുണ്ടാവേ. നല്ല മുള്ളുള്ള ടൈപ്പ് ഒരിതാണ്. ഇതിൽ മുള്ളുണ്ട്. ഇത് മുള്ളില്ലാത്ത ടൈപ്പ്. ഇതിൻ്റെ പേരറിയോ എനിക്ക്? ബഞ്ഞി 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 നല്ല പേരല്ലേ? നല്ല വെയിലായിട്ടാ. ഇത് കാലിലിട്ട് പോറിയാലുണ്ടൊരു നീറ്റല്. ഈ കാണുന്നതാണ് ഇരിക്കൂർ പുഴ. അതായത് കർണാടകയിലെ കുടക് ജില്ലയിൽ ബ്രഹ്മഗിരി ഗർഡ് റിസർവ് ഫോറസ്റ്റിലാണ് വളപട്ടണം പുഴയുടെ ഉത്ഭവം. അത് ബാവലിപ്പുഴയും ചിങ്കണിപ്പുഴയായി ഒഴുകി സംഗമിച്ച് വളപട്ടണം പുഴയായി ഒഴുകുന്നു. കേരളത്തിലെ 44 നദികളിലൊന്നായ ഇത് കണ്ണൂർ ജില്ലയിലൂടെ ഒഴുകുന്നു. കണ്ണൂർ ജില്ലയിലൂടെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളമേറിയത് വളപട്ടണം പുഴയാണ്. കേരളത്തിലെ ഏറ്റവും നീളമേറിയ 10ാമത്തെ പുഴയും വെള്ളത്തിൻ്റെ അളവിൽ കേരളത്തിലെ 4ാമത്തെ വലിയ പുഴയും വളപട്ടണം പുഴയാണ്. പിന്നീട് ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കേരളത്തിലെ പ്രധാന അണക്കെട്ടുകളിലൊന്നായ പഴശ്ശി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഈ പുഴയുടെ കുറുകെയാണ്. ഇതുണ്ടോ, ഇതെല്ലാം ജീവനില്ലാത്ത, ഇത് ജീവനുള്ളത്. ഇത് തുറന്നില്ല. ചൈൽഡ്ഹുഡ് നെസ്റ്റ്. പുഴയിൽ നീന്തി കുളിക്കുന്നതിൻ്റെ സുഖം അത് മറ്റൊന്നിനും കിട്ടില്ല. ഭയങ്കര കുഴിയാണേ, കുഴി. കഷ്ടപ്പാടാണ് സുഹൃത്തുക്കളെ, കഷ്ടപ്പാടാണ്.